ഷാനുവാണല്ലോ മെസ്സേജ് അയക്കുന്നേ. എന്തോ മെസ്സേജ് അയച്ചല്ലോ. എടാ മോളെ എവിടെ ഉള്ളേ? നമ്മള് മീറ്റ് ചെയ്യുന്ന കഫേയിലേക്ക് പോവാ. അവിടെ ഉണ്ട്, റിയാനും തന്നെ ഉണ്ട്. പിന്നെണ്ടല്ലോ ഈ ഒരു 5000 ഈ സെറ്റ് ആക്കി കേട്ടോ. പിന്നെ ബാക്കി ഞാൻ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. ആ ഷാനുക്ക, ഞാൻ 11 മണിയാകുമ്പോഴേക്ക് അവിടെ എത്താട്ടോ. പൈസ ഒക്കെ ഞാൻ സെറ്റാക്കിയിരിക്കുന്നത്. ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ടുണ്ട്. എത്രയായി? 10:30. 11 മണി ഇപ്പം ആവും. ബാക്കി പണി ഉമ്മ വന്നിട്ട് എടുത്തോട്ടെ, എനിക്ക് 11 നേരമില്ല. താത്ത, നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ? ഓ ജുബിയെ, പണിയൊക്കെ കഴിഞ്ഞ്. ഞാൻ എന്നാ പോട്ടെ. പിന്നെ എനിക്ക് ഒരു മാസത്തെ പൈസ അഡ്വാൻസ് തരി തരുമോ? മോളെ കോളേജിൽ ഫീസ് അടിച്ചില്ല. ഇനിയിപ്പോൾ ഫീസ് അടിച്ചില്ല ഓളെ പിന്നെ ക്ലാസ് കയറ്റില്ലാന്ന് സാറ് പറഞ്ഞിരിക്കണം. അതൊന്നും തരാൻ കഴിയില്ല താത്തേ. കാരണം നിങ്ങൾ കഴിഞ്ഞ മാസം തന്നെ അഡ്വാൻസ് വാങ്ങിയിട്ട് 3-4 ദിവസങ്ങൾ ലീവായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആ പൈസ കുറയ്ക്കാനായില്ല. അതിനോട് അടുത്ത മാസം പൈസ നിങ്ങൾ അഡ്വാൻസ് ഒന്നും ചോദിക്കല്ലേ കേട്ടോ. ഞാൻ അഥവാ കാക്കനോട് എങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടേ കാക്ക എന്നെ ചൂടാവും. നിങ്ങൾ അത് ചോദിക്കല്ലേ കേട്ടോ. നിങ്ങൾ പിന്നെ അത് അന്നന്ന് തരുന്നുണ്ടല്ലോ ഞങ്ങൾ കൂലി. എന്തെങ്കിലും ഒന്ന് ആക്കാൻ പറ്റുമോ? കാരണം മോളെ പഠനത്തിൻ്റെ ഒരു കേസായതുകൊണ്ടാണ്. അല്ല ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടാക്കൂലല്ലോ. അത്ര എൻ്റെ കയ്യിലൊന്നുമില്ല. വാടകയും കൊടുക്കാനായിരിക്കുന്നു. ഇനിയിപ്പോൾ വാടകയ്ക്കും അയാൾ വരും ഇനി പുരയിലേക്ക്. ഞാൻ പോവാട്ടെ ജുബിയെ. ഞാൻ എന്തായാലും പറഞ്ഞു നോക്കട്ടെ താത്തേ. കിട്ടിയാ കിട്ടി. ഓ, ടൈം പോയി. ഒരവിടെ ഒന്ന് വെയിറ്റ് ചെയ്യായിരിക്കും. കുഴങ്ങി. അല്ല മോളെ എവിടെ പോവുക ഈ സമയത്ത്? ഞാനിപ്പോൾ വരാം. എനിക്ക് നേരമല്ല, എനിക്ക് പറഞ്ഞു നിൽക്കാനുള്ള നേരമല്ല. എൻ്റെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പൈസ സെറ്റാക്കിയില്ലേ? മോളെ ഇനി അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അമ്മ ഏടുന്ന് എടുത്തു തരാനാ? അമ്മ പണിയെടുക്കുന്നിടത്ത് നിന്ന് മോളെ കോളേജിൽ ഫീസ് അടിക്കാൻ അമ്മ പൈസ ചോദിച്ചിക്കണ്. ഓലൊന്നും പറഞ്ഞില്ല. എന്താക്കുക ചെയ്യുക?